പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പോപ്പിൻസ് ചെടി. ഈ പോപ്പിൻസ് ചെടി പല കളറുള്ള പൂക്കളും ഉണ്ടാവും കേട്ടോ. നമുക്ക് പറയാൻ പറ്റാത്ത അത്ര കളറ് ഇത് ഈ പോപ്പിൻസ് ചെടിയിലുണ്ടാവുന്നുണ്ട്. ഇത് നമ്മളങ്ങനെ ഒരു കെയർ ചെയ്യുന്നു വേണ്ട. ഇത് ഒരു പ്രാവശ്യം നമ്മൾ കൊടുന്ന് നട്ടിട്ടുണ്ടെങ്കിൽ അതിന്മേൽ തന്നെ പല കളറ് ചെടി ഉണ്ടാവും. ഞാനൊരു 3 കളറുകളിൽ നട്ടിട്ട് എത്രയോ കളറ് ചെടി ഉണ്ടാകുന്നു. ഇതൊന്നും നമ്മളിതോടെ ഉണ്ടാകണമല്ല കേട്ടോ. ഇതൊക്കെ ഓരോ ചട്ടിയിൽ ഇതുവരെ അതിനുശേഷം നടത്തുന്നതാണ്. അങ്ങനെ വെറുതെ മുളച്ചുണ്ടാവണതാണ്. ഇതിന് നമ്മൾ പ്രത്യേക ഒരു കെയറൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഇത് ഈ ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മളിവിടെ കുഴിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഇതിവിടെ വെറുതെ ഉണ്ടാവണതാണ്. ഇത് അങ്ങനെ അതിൻ്റെ ആ കാലാവധി തീരുമ്പോൾ അങ്ങനെയാണ് നശിച്ചു പോവുകയും ചെയ്യും. വീണ്ടും ഇത് നമ്മളെ പറമ്പിലും എല്ലായിടത്തും ഇതിൻ്റെ വിത്തുകൾ വീണ് മുളച്ച് പല കളറുള്ള ചെടികളും ആവും. ഇത് കണ്ടോ, ഇത് വേറൊരു കളറാണ്. ഇത് നമ്മൾ നട്ടുണ്ടാക്കിയല്ല, അതിവിടെ വെറുതെ വളർന്ന് ഉണ്ടാവണതാണ്. അങ്ങനെ പറയാൻ പറ്റാത്ത അത്ര കളറുകൾ ഈ പോപ്പിൻസ് ചെടി ഉണ്ടാവും. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ തൈകൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുക്കാതെ വെറുതെ അങ്ങോട്ട് മുളച്ചുണ്ടാവുകയാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു ഇതാണ്. ഫുള്ള് നീല കളറാണ് കേട്ടോ. കടും നീല കളറാണിത്. അതുപോലെ തന്നെ ഇത് വൈറ്റിൽ റോസ്. കണ്ടോ, ഇവിടെ തന്നെ ഒരു 3-4 കളറ് കാണുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് വേറൊരു കളറാണ്. പിന്നെ ഓരോ പൂവിനും ഓരോ ചെടിക്കും വേറെ ഡിഫറൻസ് കളറുകളാണ് ഇത് വരുന്നത്. നമ്മളൊരു കവറിൽ നട്ടതാണിത്. ഇതിൻ്റെ കമ്പ് നട്ടാലും ഉണ്ടാവും കേട്ടോ. കമ്പും ഇലയും ഇത് ഇലല്ല പൂവ് ഈ കായ നട്ടാലും നമ്മളൊന്നും ഇങ്ങനെ പിന്നെ പ്രത്യേകിച്ച് കെയറൊന്നും ചെയ്യണ്ട. അതിങ്ങനെ വെറുതെ അങ്ങനെ മുളച്ച് പൊന്തി അതൊരു പൂവാകാണ് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പൂവ് കഴിഞ്ഞിട്ട് നമ്മളിത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മളിത് നുള്ളിയിട്ട് ഇതിങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ കായകളാണത്. ചെറിയ കായകളൊക്കെ ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ചെറിയ 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 അരി പോലുള്ള കായകളാണ് കാണുന്നത്. ഇതൊക്കെ നമ്മൾ പറമ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ചെടി ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കളറാവില്ല കേട്ടോ. അത് വേറെ പല കളറുമായിട്ട് മാറും. ഇതൊരു സീസൺ ചെടിയല്ല കേട്ടോ. ഏത് കാലത്ത് നമുക്ക് ഇതിൻ്റെ വിത്ത് വാങ്ങി മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. ഇത് കണ്ടത് നല്ല ഭംഗിയുള്ളൊരു പൂവാണിത്. നല്ല കളറാണിത്. ഇങ്ങനത്തെ ഒരു പൂ കളറുള്ളത് ഇവിടെ ആദ്യമായിട്ടുണ്ടാവുകയാണ്. ഇത് സാധാരണ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇത് ഫുള്ള് നീല ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ളത്. ഇത് കണ്ടോ, ഫുള്ള് നീല കളറാണിത്. നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതിവിടെ മുളച്ചുണ്ടായതാട്ടോ. പക്ഷെ ഇതിൻ്റെ തണ്ടിനും മാറ്റമുണ്ട്. തണ്ടൊരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ തണ്ടിന് നല്ല പച്ച കളറാണ്. ഇതിൻ്റെ തണ്ടിനും കുറഞ്ഞൊരു ബ്രൗൺ കളറ് ഉണ്ട്. അത് വേറൊരു കളറാവാനാണ് സാധ്യത. ഇങ്ങനൊരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.